പാലക്കാട് വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു. മുണ്ടക്കപ്പറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയാണ് മരിച്ചത്. മക്കളായ നിഖ, നിവേദ എന്നിവർ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഞായറാഴ്ച പുലർച്ചെ വീടിനുള്ളിലാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, എങ്ങനെയാണ് ഈ 3 പേർക്കും പൊള്ളലേൽക്കുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു? ഗോകുൽ, ഇന്ന് പുലർച്ചെ കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ മുകളിലെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ബീനയും 2 മക്കളും പൊള്ളലേറ്റ നിലയിൽ കിടക്കുന്നതായി കണ്ടത്. മുകൾ നിലയിൽ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ബെഡിൽ മണ്ണെണ്ണ ഒഴിച്ച് അതിന് മുകളിൽ തീ കൊളുത്തിയതാകാമെന്നാണ് ഇപ്പോൾ നിഗമനം. മൂവരെയും അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബീനയുടെ ഭർത്താവ് കണ്ണൂരിൽ കാർപ്പന്ററായി ജോലി ചെയ്തു വരികയാണ്. ഒരാഴ്ചയായി ഇദ്ദേഹം കണ്ണൂരിലാണുള്ളത്. കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുള്ളതായി പോലീസ് പറയുന്നുണ്ട്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിലൊരു കുട്ടിക്ക് 90% പൊള്ളലേറ്റതിനാൽ ഈ കുട്ടിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, പാലക്കാടാണ് 3 പേരെ പൊള്ളലേറ്റത്. അമ്മയും മക്കളായ 2 പേരെയുമാണ്, മക്കളായ 2 പെൺകുട്ടികളെയുമാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തതിൽ. മുണ്ടക്കപ്പറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയാണ് ഇപ്പോൾ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വല്ലപ്പുഴയിലെ കുടുംബത്തിലെ 3 പേരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.